ഇറാനെതിരെയുള്ള സമീപനവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അറേബ്യൻ രാജ്യങ്ങൾ ഭിന്നിച്ചിരിക്കുന്നു, ഇസ്രായേലിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന തരത്തിലും കൂടി ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. ഒരുമിച്ച് നിൽക്കുന്ന ഏകോപനം ഉണ്ടാവുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏക ജൂത രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മുസ്ലിം രാജ്യങ്ങളാണ്. പല ഘട്ടങ്ങളിലും ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ഇസ്രായേലിന് അതിൻ്റേതായിരിക്കുന്ന പ്രയാസമുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ ഇസ്രായേലിലേക്ക് ചേർത്ത് നിൽക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പല ഘട്ടത്തിലും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തെ തന്ത്രമായിരുന്നു അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. അതിലും UAE, ബഹ്റൈൻ പോലെയുള്ള 2-3 രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഒപ്പുവെച്ചെങ്കിലും സൗദി അറേബ്യ അടക്കമുള്ള വലിയ രാജ്യങ്ങൾ അതിനോട് നിസ്സഹകരണം കാണിച്ചു. പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ അത്തരമൊരു കരാർ വ്യവസ്ഥയെക്കുറിച്ച് തങ്ങൾ ആലോചിക്കൂ എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ പക്ഷം, അവരുടെ നിലപാട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മധ്യവർത്തികൾ, സഹായികൾ UAE ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കും. 3 ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ 3 തരത്തിലാണ് ഇപ്പോൾ സമീപന രീതികളൊക്കെ നിന്നത്. ഒന്ന്, ഇറാനെ സഹായിക്കുന്നവരുണ്ട്. 2, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ, അതായത് അമേരിക്കയും ഇറാനുമാണ് തമ്മിൽ പ്രശ്നം, അല്ലെ ഇസ്രായേലും അമേരിക്കയും ഇറാനുമാണ് പ്രശ്നം. അതിൽ ഇറാനാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ പ്രശ്നങ്ങൾ വിഷയമുള്ള ഇറാനാണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവർ തിരിച്ചാക്രമിക്കേണ്ട എന്ന നിലപാടുകാർ, തിരിച്ചാക്രമിക്കണം എന്ന നിലപാടുള്ളവർ, അതിന് മധ്യസ്ഥ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം തീർക്കണം എന്ന നിലപാട്. ഈ 3 തരത്തിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക ഗൾഫിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു നിലപാട് പല രാജ്യങ്ങളും എടുക്കുന്നത്. അത് നിഷ്ക്രിയമാകുക എന്ന് പറഞ്ഞ സമയത്ത് അത് നിലപാടില്ലാത്തതിന് തുല്യമാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. UAE സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ആക്രമണം നടത്തണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആക്രമണം പാടില്ല എന്നുള്ളതാണ് നിലപാട്. എന്നാൽ ഈ ഖത്തർ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്പക്ഷത പാലിക്കുക, അതല്ലെങ്കിൽ മധ്യസ്ഥരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് ഓരോരോ നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. അതോടനുബന്ധിച്ച് തന്നെയാണ് ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും UAE മാറി നിന്നത്. അത് തന്നെ ഒരു വലിയ വിഷയമായിട്ട് നിലനിന്നാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഈ ഒപെക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഒപെക് എന്താണ്, ഒപെക് പ്ലസ് എന്താണ്, ഇത് കൺഫ്യൂഷനാണ് പല ഘട്ടത്തിലും. അപ്പോൾ അതിൽ ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൗൺസിലാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് അങ്ങനെയും പറയാം. ഇതിനെയാണ് ഒപെക് എന്ന് പറയുന്നത്. ആ രാജ്യങ്ങൾ ഇപ്പോൾ 1960 കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സംഘടനാ തരത്തിൽ അല്ലെങ്കിൽ ഒരു ഏകോപന സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കിയത്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയായിട്ടാണ് പറയുന്നത്. എണ്ണ ഉൽപ്പാദനം നിയന്ത്രിക്കുക, ആഗോള എണ്ണ വിലക്ക് സ്ഥിരതപ്പെടുത്തുക, അംഗരാജ്യങ്ങളുടെ എണ്ണ വരുമാനം സംരക്ഷിക്കുക, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഏകദേശം 8ഓളം കരാറുകളാണ്, അല്ലെങ്കിൽ എത്ര വ്യവസ്ഥകളാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ സൗദി, കുവൈറ്റ്, ഖത്തർ ഇറാനുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നവരാണ്. അഥവാ ഇറാനെതിരെ യുദ്ധം വേണ്ട, അതല്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന നിലപാടുകാരാണ്. UAEയും ബഹ്റൈനും ഇറാനെ ആക്രമിക്കണം എന്ന തരത്തിലുള്ളവരാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളാണ് ഒമാനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർ നിഷ്പക്ഷമായിട്ടിരിക്കും. ഇത് മാറി വരാറുണ്ട്. ചില രാജ്യങ്ങൾ മറ്റു തരത്തിലേക്ക് നീങ്ങും. അത് കാര്യം എന്ന് പറഞ്ഞാൽ UAE ഇറാനെ ആക്രമിക്കണം എന്ന നിലപാട് ആദ്യഘട്ടത്തിലേ ഇല്ലായിരുന്നു. പിന്നീടാണ് അവർക്ക് അത്രക്ക് വലിയ രീതിയിലുള്ള ആക്രമണം വന്ന സമയത്താണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. ആ സമയത്ത് ബഹ്റൈൻ നിഷ്പക്ഷമായിരുന്നു. ബഹ്റൈൻ പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ബഹ്റൈൻ്റെ നേരെ വലിയ രീതിയിൽ ആക്രമണ കാര്യങ്ങൾ വന്ന സമയത്ത് UAEയുടെ നിലപാടാണ് ശരി എന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നീട് ഖത്തറുമായി ബന്ധപ്പെട്ട് ഖത്തറിന് നേരെ വലിയ ആക്രമണം വന്ന സമയത്ത് വലിയ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഷെബയുടെ നെല്ലിപ്പടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ അതിനനുസരിച്ച് പ്രതികരണം നടത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ആന്തരികമായ രീതിയിൽ ഖത്തറും ഇറാനും തമ്മിൽ ചില നീക്കുപോക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അഥവാ എന്തോ ഈ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തുങ്ങായിട്ട് പ്രശ്നങ്ങൾ ഒതുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഏതാണെങ്കിലും അതിന് ശേഷം ഒരു ശാന്തത അവിടെ വന്നിട്ടുണ്ട്. സൗദി അറേബ്യ ഏറെക്കുറെ പിന്നീട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് നിലപാടെടുത്തത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് സൗദി അറേബ്യക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം നടന്നിട്ടില്ല. ഏറ്റവും അവസാനത്തെ ആക്രമണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഈ യുദ്ധവിമാനത്തെ 2ഓളം യുദ്ധവിമാനം തകർത്തു. അവിടെ സൈനികർ കൊല്ലപ്പെട്ടു. വലിയ നാശങ്ങളും വലിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. അവിടുന്ന് ഈ അമേരിക്കയുടെ സൈനികരൊക്കെ ഓടിപ്പോകുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നതാണ്. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ഇടപെടലാണ് നടത്തിയത്.
അങ്ങനെയാണ് സൗദി അറേബ്യയുടെ ഇറാൻ്റെ ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ പറഞ്ഞു ഈ രാജ്യങ്ങളും ഇറാൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒപെക് രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, UAE, കുവൈറ്റ്, വെനിസുല ഈ രാജ്യങ്ങളാണ് ഉള്ളത്. ഖത്തർ ഇതിന് മുൻപേ പോയിട്ടുണ്ട്, UAE ഇപ്പോൾ പോവുകയും ചെയ്തു. ഒപെക് പ്ലസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒപെക് പ്ലസ്സുമായിട്ട് ഒപെക്കും ഒപെക് പ്ലസ്സും ആ കൺഫ്യൂഷൻ ആകുന്ന വിഷയമാണ്. ഒപെക് അംഗ രാജ്യങ്ങൾ അല്ലാത്ത ചില വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ചേരുന്ന കൂട്ടായ്മയാണ് ഒപെക് പ്ലസ് എന്ന് പറഞ്ഞത്. 1960 ഉണ്ടാക്കിയത്. ഈ ഒപെക് പ്ലസ് എന്ന് പറഞ്ഞാൽ 2016 ഈ അടുത്ത കാലത്താണ് അത് ഉണ്ടാക്കുന്നത്. 2016 വെച്ചാൽ നമ്മൾ 2026 10 കൊല്ലമായിട്ടേ ഉള്ളൂ. മറ്റേ ഒപെക് എന്ന് പറഞ്ഞാൽ 1960 അപ്പോൾ ഒപെക് പ്ലസ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒപെക്കിലുള്ള മുഴുവൻ രാജ്യങ്ങളും അതിന് പുറമെ റഷ്യ, കസാക്കിസ്ഥാൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളാകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഒപെക് പ്ലസ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിലുള്ള പെട്രോളിയത്തിന് ഏറെക്കുറെ ഒരു രൂപം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എണ്ണ കൂടുതൽ സമയത്ത് നിയന്ത്രിക്കാൻ, എണ്ണ കുറവുള്ള സമയത്ത് അതിനനുസരിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ, പിന്നെ ഒരു രാജ്യത്തിന് കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റി ഒരു രാജ്യത്തെ കുറഞ്ഞ വിൽപ്പന നടത്തിയെങ്കിൽ അതിലൊക്കെ ഇടപെടാൻ, അങ്ങനെ ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ സാധിക്കും. ഒപെക് രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സാധിക്കും. അങ്ങനെയാണ് രണ്ട് രീതിയിൽ പോകുന്നത്. ഇപ്പോഴത്തെ UAE ഇതിൽ നിന്ന് പിന്മാറിയാൽ എന്താ അവർക്ക് ഗുണമെന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും കുറക്കാനും വിൽപ്പന കൂടുതലാക്കാനും വിൽപ്പന കുറക്കാനും അതിൻ്റെ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഒറ്റ അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചൈന, ഇന്ത്യ, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് UAEയുടെ എണ്ണം കൂടുതലായിട്ടും വരുന്നത്. മുൻപ് ഖത്തർ, എക്വഡോർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒപെക്കിൽ നിന്ന് രാജിവെച്ചിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ തുടരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിന്നിരുന്നു. അതിനുശേഷം അവർ നീണ്ട കാലാവധിക്ക് ശേഷം പിന്നെ ഇതിൽ നിന്ന് മാറുന്ന ഏറ്റവും പ്രമുഖമായിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ UAEയുടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ ആ കാര്യങ്ങളിൽ ഒപെക്കിൽ നിന്ന് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ മാറിയതല്ല. അവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ നിരന്തരമായിരിക്കുന്ന ഇറാൻ്റെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒപെക് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സംവിധാനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഏകോപന ഇതിന് മുൻപ് തന്നെ രണ്ട് രീതിയിലുള്ള ഒരു സംവിധാന കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾ ഏകോപിച്ചിരുന്നു. അത് റിയാദിൽ വെച്ച് അതിൻ്റെ 1-2 മീറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കാരണം എന്താ വെച്ചാൽ, ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ മോഡൽ എന്ത് ചെയ്യുക, സൈനിക സംവിധാനം ഉണ്ടാക്കുക, ഒരു ഏകോപന സൈനിക സംവിധാനം ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ കൂട്ടായ്മയോട് കൂടി അതിനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഉണ്ടാക്കുക, അതാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത് ഏകോപന കറൻസി ഉണ്ടാക്കുക. കറൻസി എന്ന് പറഞ്ഞാൽ ഈ വിനിമയ കാര്യങ്ങൾ നടത്തുന്നത് പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട് ദശകോടികളുടെ ഇടപാടാണ് ഓരോരോ ദിവസവും നടക്കുന്നത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇതെല്ലാം നടക്കുന്നത് അമേരിക്കയുടെ ഡോളറിലാണ്, അത് അവിടുത്തെ കറൻസിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ കറൻസിക്ക് മൂല്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉയരും. അതിലേക്ക് വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റുകൾ വരും ഈ ഡോളർ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നമ്മുടേതായിരിക്കുന്ന കറൻസിയിൽ തന്നെ ഒരു ഏകീകൃത സംവിധാനം ഉണ്ടായിക്കൂടെ എന്ന ചോദ്യം പ്രസക്തമായ രീതിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഏകോപന കറൻസി ഉണ്ടാക്കുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ആ കറൻസിയിലായിരിക്കും പിന്നെ വിനിമയം നടക്കുക. ഏതോ കാരണത്താൽ അതിൻ്റെ ഉള്ളിലൊക്കെ അമേരിക്ക ഇടങ്കോൽ വെച്ച് എന്നൊക്കെ പറയുന്നു, ഇസ്രായേൽ ഇടങ്കോൽ വെച്ച് എന്ന് പറയുന്നു. നടക്കാതെ പോയതിൻ്റെ ഏറ്റവും ഈ മീഡിയകൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒറ്റ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണ കാര്യങ്ങൾ ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല, അറിയാനും വേണ്ടി സാധിക്കില്ല. അതിനൊരു ആസ്ഥാന മന്ദിരം വേണം. അത് ആസ്ഥാന മന്ദിരം റിയാദ് വേണമെന്ന് സൗദി അറേബ്യ പറഞ്ഞു, അതുപോലെ സലാല വേണമെന്ന് ഒമാൻ പറഞ്ഞു. ഒമാനും സൗദി അറേബ്യയും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്ന സമയത്താണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് എന്നൊരു റിപ്പോർട്ട് അന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പ്രബലമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ഇനി സൈനിക സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് അമേരിക്ക ഇടങ്കോലിട്ടു. അത് ഏറെക്കുറെ കൃത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തിനാണ് ഏകോപന സംവിധാനം? അറേബ്യൻ രാജ്യങ്ങളെ ഏത് രാജ്യം ആക്രമിച്ചാലും പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളാണെങ്കിൽ ആണവ ശക്തിയുള്ള രാജ്യമാണ്, സൈനിക ബലമുള്ള രാജ്യമാണ്. ആകാശത്തും കടലിലും കരയിലും ഒരേ സമയത്ത് ആക്രമിക്കാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ കരുത്തും ശക്തിയുള്ള രാജ്യം തങ്ങളെപ്പോലെ മറ്റു രാജ്യമില്ലാന്ന് ലോകത്തിനറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു സൈനിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ കാരണത്താൽ അത് മുടക്ക് വന്നു, അത് നടത്താതെ പോയി. അങ്ങനെ നടന്നിരുന്നെങ്കിലോ അവിടെ ഒരു പ്രസക്തമായിരിക്കൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അറേബ്യൻ കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിലോ
ഉണ്ടായിരുന്നെങ്കിൽ അറേബ്യൻ കൂട്ടായ്മ ഒരുമിച്ച് നിന്ന് ആദ്യം ഇസ്രായേലിനായിരുന്നു ആക്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു. അറേബ്യൻ കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആക്രമ തിരിച്ചടി ഉണ്ടായിട്ടില്ല. പിന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു മാപ്പ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് മറ്റൊരു വശം. മാപ്പ് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടപ്പിറപ്പാണ്. എത്ര വലിയ യുദ്ധം ഉണ്ടായാലും എത്ര വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും കൂട്ടക്കുരുതി ഉണ്ടായാലും അവസാനം സോറി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇറാഖിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ആയിരക്കണക്കിന് ഇറാഖി പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, രാജ്യഭരണം അട്ടിമറിഞ്ഞിട്ടുണ്ട്, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിട്ടുണ്ട്, സാമ്പത്തിക ഞെരുക്കത്തിൽ ആ രാജ്യം അകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന തലമുറ കൈമാറിയ മാറി മറിഞ്ഞാൽ പോലും അവസാനിക്കാത്ത അത്ര ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം അമേരിക്ക ഖത്തറിൽ സൃഷ്ടിച്ചു. കൂടെ ബ്രിട്ടനുണ്ടായിരുന്നു. അവസാനം അവർ സോറി പറഞ്ഞു.